നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി വൈറ്റിലയിലെ ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. വൈറ്റിലയിലെ ബാറിൽ വടിവാളുമായി എത്തി ആക്രമണം നടത്തിയത് കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബും സംഘവും. ഔറംഗസേബിന്റെ പെൺ സുഹൃത്തിനെ ശല്യം ചെയ്തതിന്റെ പ്രകോപനമായിരുന്നു ആക്രമണത്തിന് കാരണം. ഇതിന് പിന്നാലെയാണ് ബാറിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ സംഘം കാറിൽ നിന്നും വടിവാളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെ ഔറംഗസേബിന്റെ പെൺ സുഹൃത്ത് അലീനെ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ മുഖ്യപ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ഒളിവിലാണ്. ഔറംഗസേബിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നലെ ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ചില ഭാഗങ്ങൾ ഇന്നലെ പുറത്തു വന്നതാണ്. പക്ഷേ ആരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൽ ഈ ബാറിലെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നപ്പോഴാണ് ഇതിന് പിന്നിൽ ഔറംഗസേബാണ്, ഗുണ്ടാ നേതാവ് ഔറംഗസേബാണെന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ ഔറംഗസേബിൻ്റെ പെൺസുഹൃത്തായിട്ടുള്ള അലീനയെ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വടിവാളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് വന്നിട്ടുണ്ടോ നവമി? കൊച്ചി വൈറ്റിലയിലെ ഒരു ബാറിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. 16-ാം തീയതി രാത്രി 9 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. പിന്നീട് ഈ ബാറിലെ ജീവനക്കാർ മരട് പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഇന്നലെ ഒരു CCTVയുടെ കുറച്ചു ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും ഈ പിടിയിലായ അലീന, ഷാഹിൻ ഷാ, അൽ അമീൻ എന്നിവരെ കാറിൽ നിന്നും വടിവാളുമായി എത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. പക്ഷെ ഇന്ന് ആ ദൃശ്യത്തിന്റെ പൂർണ്ണ രൂപം ലഭിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഈ ഔറംഗസേബിൻ സംഘവുമാണ് ഈ ആക്രമണം നടത്തിയതെന്ന് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും. ഔറംഗസേബിന്റെ പെൺ സുഹൃത്തായ അലീനയോട് ബാറിൽ വെച്ച് ഒരാൾ മോശമായി പെരുമാറി. ഇതിനെ തുടർന്നാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നീട് ഇവർ പലവട്ടം, പോലീസ് പറയുന്നതനുസരിച്ച് 5ഓളം തവണയാണ് ഇവർ ബാറിലെത്തി ബാറിൽ നിന്ന് പുറത്തേക്ക് പോവുകയും പിന്നീട് ബാറിലേക്ക് ഉള്ളിലേക്ക് വരികയും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുകയും ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഔറംഗസേബിന്റെ പെൺ സുഹൃത്ത് അലീനയെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അലീന, ഷഹീൻ ഷാ, അൽ അമീൻ എന്നിവരാണ് ആ കാറിൽ വന്നിറങ്ങുന്നത്. ഇവരാണ് അവിടെ ആദ്യം ഒരു ആക്രമണം ഉണ്ടാക്കിയത്. ഈ അലീനയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു തർക്കമാണ് അവിടെ ഉണ്ടായത്. പിന്നീട് ഈ ഹോട്ടൽ ജീവനക്കാർ ഇതിലേക്ക് ഇടപെടുകയായിരുന്നു. ഹോട്ടൽ ബാറിൽ നിന്നും ഇത്തരത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടികൂടുന്നത് വാക്കുതർക്കത്തിലും വാക്കേറ്റത്തിലേക്കും പരസ്പരം തല്ലിലേക്കുമൊക്കെ കാര്യങ്ങൾ കടക്കുമ്പോൾ ബാർ ജീവനക്കാർ ഇടപെടുന്നുണ്ടായിരുന്നു. അവരെയും മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ബാർ ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇതിൽ ഇവരെ 3 പേരും റിമാൻഡിലുമാണ്. മുഖ്യപ്രതിയായ ഔറംഗസേബ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് മരട് പോലീസ് പറയുന്നത്. ഔറംഗസേബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഔറംഗസേബിനെയും പിടികൂടുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇത് ഈ പോലീസ് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിനിടെ പോലീസിന് ചെറിയൊരു സംശയം, ഇതിന് പിന്നില് ഗുണ്ടാ കുടിപ്പകയുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ആ സമയം മരണനീഷിന്റെ സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയതെന്നാണ് പോലീസിന്റെ ഒരു സംശയം. അത്തരമൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ? കാരണം ഇത് ഗുണ്ടാ കുടിപ്പക, അതായത് ഔറംഗസേബിന്റെ പെൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിനപ്പുറം ഈ ശല്യപ്പെടുത്തുന്നതിനപ്പുറം ഒരു ഗുണ്ടാ കുടിപ്പകയും ആക്രമണത്തിന് കാരണമായിട്ടുണ്ടാകുമോ? അങ്ങനെ തന്നെയാണ് കേട്ടോ പോലീസും പറയുന്നത്. മരട് അനീഷിന്റെ സംഘവുമായിട്ടാണോ ഈ ഔറംഗസേബിന്റെ സംഘം തർക്കത്തിൽ ഏർപ്പെട്ടത് എന്നൊരു സംശയം പോലീസിനുമുണ്ട്. ആ രീതിയിലേക്കും അന്വേഷണം പുരോഗമിക്കുകയാണ്. അലീനയും ഇന്നലെ പിടിയിലായ 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സൂചന തന്നെയാണ് പോലീസിന് മൊഴിയായി നൽകിയത്. ഇതിൽ മരട് അനീഷിന്റെ സംഘമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഗുണ്ടകൾ തമ്മിലുള്ള അല്ലെങ്കിൽ 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമായാണ് ബാറിന് മുന്നിൽ ഇത്രയും വലിയൊരു തർക്കം. അത് വാക്കേറ്റത്തിലേക്ക് പോകുന്നു. പിന്നീട് കയ്യാങ്കളി, ഈ വടിവാൾ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഇവർ അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്. ബാർ ജീവനക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ആ രീതിയിലേക്ക് പോലും 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള തർക്കം നീണ്ടു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാകുന്നത്. എന്തായാലും ഔറംഗസേബിനെ ആയിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ഔറംഗസേബിനെ ഉടനെ പിടികൂടുമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ മരട് അനീഷിന്റെ സംഘം ആ സംഭവ സമയത്ത്
അവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്, അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ 3 പേരെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത്. അത് അലീന, ഷഹീൻ ഷാ, അല്ലമീൻ. ഇതിൽ അലീന ഔറംഗസീബിന്റെ പെൺസുഹൃത്താണ്. ഈ പെൺസുഹൃത്തിനോട് മോശമായി പെരുമാറി എന്നതിന്റെ പേരിലായിരുന്നു ഈ തർക്കം തുടങ്ങിയതെങ്കിലും പിന്നീട് ഇതൊരു ഗുണ്ടാ കുടിപ്പകയായി തന്നെയാണ് പോലീസും കണക്കാക്കുന്നത്. എന്തായാലും മരട് പോലീസ് ഈ ബാക്കി പ്രതികൾക്കായുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ ബാർ ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുക്കുകയും പിന്നീട് ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. വടിവാളുമായി ഈ സംഘം, അതായത് ഇന്നലെ പിടിയിലായ അലീന, ഷഹീൻ ഷാ, അല്ലമീൻ എന്നിവർ 3 പേരും കാറിന്റെ ഡിക്കിയിൽ നിന്നും വടിവാൾ എടുത്തുകൊണ്ടുവരുന്നത് ആ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമ്പോൾ അവിടെ വലിയൊരു സംഘർഷം തന്നെയാണ് ഉണ്ടായതെന്ന് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും. ഇത് ഇടപെടാൻ പോയ, അതായത് ഈ ബാറിന് മുന്നിൽ വെച്ച് ഇത്രയും വലിയ ആക്രമണം ഉണ്ടാക്കുമ്പോൾ അത് ഇടപെടാൻ പോയ ബാർ ജീവനക്കാരെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളിലേക്കും പോലും കാര്യങ്ങൾ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മരട് പോലീസ് ഈ ഗുണ്ടാ കുടിപ്പകയാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒപ്പം ബാക്കിയുള്ളവരെ, ഔറംഗസീബിൽ ഉൾപ്പെടെയുള്ളവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും ഊർജിതമായി. ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഔറംഗസേബ് ഒളിവിലാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പേരെ ആക്രമണത്തിന് പിന്നിലുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? തീർച്ചയായും. കാരണം ഈ നമുക്ക് കാറിൽ ഇറങ്ങി വരുന്നവരുടെ ദൃശ്യങ്ങൾ, അതായത് അലീന, ഷഹീൻ ഷാ, അല്ലമീൻ ഇവർ 3 പേരെ അല്ലാതെ ഈ ഔറംഗസീബിന്റെ ആളുകൾ ഉൾപ്പെടെ ഒരു 4-5 പേര് മാത്രമായിരുന്നു ഔറംഗസീബിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ മറുഭാഗത്ത് ആ ബൈക്കുകളിലായും നിൽക്കുന്നത് നിരവധി പേരുണ്ട്. ഏകദേശം ഒരു 10ഓളം പേരുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അവരായിരിക്കും മരട് അനീഷിന്റെ സംഘാംഗങ്ങൾ എന്നൊരു നിഗമനത്തിലാണ് പോലീസും നിന്നിരിക്കുന്നത്. ഈ പിടിയിലായവർ മൊഴി നൽകിയതും ആ രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. ഒപ്പം ഈ ബാർ ജീവനക്കാരുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെയാണ് പോലീസ് ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്നവരെയൊക്കെ ഈ ബാർ ജീവനക്കാർ പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിലടക്കം ആരൊക്കെയാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തതെന്ന് കൃത്യമായി തന്നെ ബാർ ജീവനക്കാർ പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഇന്നലെ ഇത് ഒരു പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച്, വിവരങ്ങൾ അനുസരിച്ച് ഔറംഗസേബിന്റെ വാഹനങ്ങൾ ആലുവയിലെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അറസ്റ്റും ഉടൻ ഉണ്ടാകുമോ? ഔറംഗസേബ് എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? എന്നാലും പോലീസ് ഔറംഗസീബിനെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഔറംഗസീബിന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വാഹനമടക്കം, ഔറംഗസീബിന്റെ വാഹനമടക്കം പിടിച്ചെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോലും അന്വേഷണ സംഘം കടന്നിട്ടുമുണ്ട്. എന്നാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊച്ചി നഗരത്തിൽ ഗുണ്ട വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിലേക്ക് മരട് അനീഷിന്റെ സംഘവും ഔറംഗസീബിന്റെയും സംഘവും ഈ രാത്രി ഇത്തരത്തിൽ ബാറുകളിൽ പോലും ആളുകളെ ഭയപ്പെടുത്തുന്ന രീതി, വടിവാള് വീശി ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് പോലും ഗുണ്ടകളുടെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. 3 പേരുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഔറംഗസീബിനെ ഉടൻ പിടികൂടും. ഔറംഗസീബിന്റെ വീട്ടിലും അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ എവിടെയെങ്കിലും ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിന്റെ ഈ ഗുണ്ടകളെ അടിച്ചമർത്താനുള്ള പോലീസിന്റെ ഇടപെടൽ അനിവാര്യമല്ലേ? തീർച്ചയായും. ഓരോ തവണയും ഈ ഔറംഗസീബും മരട് അനീഷ് പോലുള്ള ഗുണ്ടാ സംഘങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഇവരുടെ സംഘാംഗങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ബാറുകളിലോ പൊതു ഇടങ്ങളിലുമൊക്കെ ഇവർ ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. പോലീസിന്റെ പെട്രോളിംഗ് അടക്കം കൂടുതൽ ശക്തമാക്കണം എന്നൊരാവശ്യം ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി നടക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പോഴും ഈ വിഷയത്തിൽ പോലും ബാർ ജീവനക്കാർ പരാതി നൽകിയപ്പോൾ മാത്രമാണ് പോലീസ് ഇതിലൊരു ഇടപെടൽ ഉണ്ടായത്. എന്നാലും കടുത്ത നടപടികളിലേക്ക് പോലും പോലീസ് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള
നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഔറംഗസീബിനെയും ഈ മരണാന്വേഷണ സംഘത്തിലുള്ളവരെ, ഈ ആക്രമണം നടത്തിയവരെയൊക്കെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഗുണ്ട ആക്രമണം അത് വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ ഗുണ്ട കുടിപ്പകയും ഗുണ്ടകളുടെ നടു റോഡിൽ വെച്ച് പോലും ഇവർ പരസ്പരം ആക്രമിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. പോലീസിന്റെ പരിശോധന അടക്കം കൂടുതൽ ശക്തമാക്കണം എന്നൊരാവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു സമയത്ത് ഈ ആലുവ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഗുണ്ടാ സംഘങ്ങളെ പിടികൂടുന്നതും ആവശ്യമെങ്കിൽ കാപ്പ ചുമത്തുന്നതുമൊക്കെ ഒരു സമയത്ത് ശക്തമായി തന്നെ പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അത് കുറഞ്ഞു വന്നിരിക്കുകയാണെന്നതാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നും വൈറ്റിലയിലെ ബാറിൽ വടിവാളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത് ഗുണ്ടാ നേതാവ് ഔറംഗസേബും സംഘവുമാണെന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ്, വിവരങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഔറംഗസേബിൻ്റെ പെൺ സുഹൃത്ത് അരീനയെ ബാറിനുള്ളിൽ വെച്ച് ഒരു സംഘം ശല്യം ചെയ്യുന്നു. അതിൻ്റെ പകവീട്ടിലായിരുന്നു, അതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഔറംഗസേബും സംഘവും ബാറിന് പുറത്തെത്തി, കാറിൽ നിന്നും വടിവാളുമായി എത്തി അവിടെ നിന്നിരുന്നവരെ, അതായത് ബാറിന് പുറത്ത് നിന്നിരുന്നവരെ ആക്രമിക്കുന്നു. അതിനുശേഷം ബാറിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നവരുടെ ബാർ ജീവനക്കാർ തടയുന്നു. പിന്നീട് വലിയ കൂട്ടയടിയാണ് ഉണ്ടായത്. കേസിൽ 3 പേർ, അലീന ഉൾപ്പെടെ 3 പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിലുള്ള ഔറംഗസേബിന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. 15-കാരനായ മകനെ ഭീകര സംഘടനയായ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചതിന് നിർണായക വിവരങ്ങൾ ന്യൂസ് 18. അമ്മയ്ക്കും അമ്മയുടെ ആൺസുഹൃത്തിനുമെതിരെ UAPA ചുമത്തിയ കേസിൽ FIR പുറത്തു വന്നു. 2021 നവംബർ 1-നും 2025 ജൂലൈ 31-നും ഇടയിലാണ് സംഭവം. 2025 നവംബർ 14-നാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സംഭവത്തിൽ കേസെടുത്തത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഒരു 15-കാരനെ ഭീകര സംഘടനയായ IS-ൽ ചേരാൻ പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് FIR-ൽ പറയുന്നത്? ഈ പ്രധാനമായി 2021 നവംബർ മാസത്തിനും 2025 ഒക്ടോബർ മാസത്തിനും ഇടയിൽ ഇംഗ്ലണ്ടിലും വെഞ്ഞാറമൂട്ടിലുമായി വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ 15 വയസ്സുകാരൻ ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന കാര്യം, നെടുമങ്ങാട് സ്വദേശിനിയായ തൻ്റെ മാതാവ് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരാളെ വിവാഹം ചെയ്തതോടെ മതം മാറി ഇയാൾ പേര് മാറ്റുകയായിരുന്നു. അതിനുശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ വെച്ച് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ സുഹൃത്ത് മതപരമായ കാര്യങ്ങളിൽ വളരെയധികം ഇവരെ പഠിപ്പിക്കുകയും അങ്ങനെ തീവ്ര മതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കാൻ പ്രേരണ ചെലുത്തുകയും ചെയ്തു. അതിൽ തൻ്റെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ പിതാവ് ഈ സുഹൃത്തുമായി ഉൾപ്പെടെ അകലം പാലിക്കാൻ തുടങ്ങി. പക്ഷേ തൻ്റെ അമ്മ ഈ സുഹൃത്തുമായി വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് എത്തുകയും അങ്ങനെ ഈ അച്ഛനും അമ്മയും തമ്മിൽ അകന്നു മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനിടയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ 15 വയസ്സുകാരനെ കേരളത്തിലേക്ക്, ഈ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവന്ന് ഒരു അനാഥാലയത്തിൽ ആക്കുകയായിരുന്നു. അങ്ങനെ എത്തിക്കുന്നതിന് മുമ്പാണ് ഈ വീട്ടിൽ വെച്ച് ഈ അമ്മയുടെ 2ാം ഭർത്താവ് തന്നെ നിരന്തരമായി ലാപ്ടോപ്പിൽ ISIS ഭീകരവാദികളുടെ കൊലപാതകങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രഷർ കുക്കറിനുള്ളിൽ വെച്ച് ബോംബുണ്ടാക്കുന്ന ദൃശ്യങ്ങളും അടക്കം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തുന്ന ദൃശ്യങ്ങൾ തുടർച്ചയായി കാണിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ISISൻ്റെ ഭാഗമാക്കണമെന്ന ആവശ്യം നിരന്തരമായി മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു. അതിനായി സിറിയയിലേക്ക് പോകണമെന്ന് തന്നെ നിർബന്ധിച്ചുവെന്നും FIR-ൽ പരാമർശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ പോലീസ്, വെഞ്ഞാറമൂട് പോലീസാണ് UAPA ചുമത്തി ഈ അമ്മയെയും 2ാം അച്ഛനെയും പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. സമാന്തരമായ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ നടത്തിക്കൊണ്ടും ഇരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം, മോദിയാണ് ഇന്ത്യയുടെ ശാപം, മോദിയെ വധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തന്നോട് പറഞ്ഞതെന്നും ഈ 15 വയസ്സുകാരൻ മൊഴി നൽകിയിട്ടുണ്ട്. ആ FIR-ന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
ഞാൻ അങ്ങനെയൊക്കെ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഒരു പ്രായപൂർത്തിയാകാത്തൊരു ആൺകുട്ടിയെ തീവ്രവാദ സംഘടനയിൽ ചേർക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു. ഈ അമ്മയുടെ ആൺസുഹൃത്തിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെയെങ്കിലും പരിശോധിക്കേണ്ടതല്ലേ? ഇയാളുടെ ഒരു ബന്ധം എന്താണ്? ഇത്തരം തീവ്രവാദ സംഘടനകളുമായി കൃത്യമായും ഇടപെട്ട് പോരുന്ന, അതിൽ കൃത്യമായൊരു പങ്കുള്ള വ്യക്തിയാണോ ഈ ആൺസുഹൃത്ത്? മായ വിവരങ്ങൾ മാത്രമാണ് നമുക്കും ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഗൗരവമേറിയൊരു കേസായതിനാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ, കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഉദ്യോഗസ്ഥർ ആരും തന്നെ പൂർണ്ണമായി തയ്യാറാകുന്നില്ല. കാരണം ദേശീയ അന്വേഷണ ഏജൻസി അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ കേസിനെ പരിഗണിച്ചിരിക്കുന്നത്. ഈ അമ്മയുടെ ആൺ സുഹൃത്തിന്, അതായത് ഈ രണ്ടാം ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ഈ സംഘടനയുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ ഇവരെ അതിലേക്ക് ചേർക്കാനായി ശ്രമിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് ഈ 15 വയസ്സുകാരനെ ആറ്റിങ്ങലിലെ ഒരു അനാഥാലയത്തിൽ എത്തിക്കുകയായിരുന്നു. അനാഥാലയത്തിൽ വെച്ച് ഈ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് അനാഥാലയത്തിൻ്റെ അധികൃതരാണ് കുട്ടിയുടെ അച്ഛനെ വിവരം അറിയിച്ചത്. തുടർന്ന് പത്തനംതിട്ടയിലെ പന്തളത്ത് നിന്ന് ഇവരുടെ ഈ ബന്ധുക്കൾ എത്തി, ഈ അച്ഛൻ്റെ ബന്ധുക്കൾ എത്തിയാണ് പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഈ 15 വയസ്സുകാരനിലെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ 15 വയസ്സുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പങ്കുവെക്കുകയും പിന്നീട് അത് മൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി പ്രാഥമികമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ UAPA ചുമത്തി ഈ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. ഒരുപക്ഷെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ ഉടൻ തന്നെ തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. അതോടൊപ്പം NIA ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ 15 വയസ്സുള്ള ഈ ആൺകുട്ടി ഇപ്പോൾ എവിടെയാണ്? ഇവർക്കൊപ്പമാണോ അതോ സർക്കാരിൻ്റെ സംരക്ഷണയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? കാരണം ഇത്തരം ഒരു തീവ്രവാദ ബന്ധമുള്ള ആളുകൾക്കൊപ്പം ആ കുട്ടിയെ നിർത്തുന്നു. മാത്രമല്ല രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിയിൽ, ആ 15-കാരനിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതായത് അങ്ങേയറ്റം ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ സ്വഭാവം തന്നെ ഏറെ ഗൗരവമുള്ളതാണ്. ഈ പ്രതികളുടെ ഈ അമ്മയും ആൺസുഹൃത്തും ഏത് നാട്ടുകാരാണ്? അതായത് തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണോ? തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയാണ് ഈ കുട്ടിയുടെ അമ്മ. അവർ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം വിവാഹത്തെ തുടർന്ന് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു യുവാവിനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ മതം മാറുകയാണ്. മതം മാറി പേരും മാറ്റി അതിനുശേഷമാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കുട്ടി ആറ്റിങ്ങലിലാണ്. ഈ പരാതി നൽകുന്ന സമയത്ത് ആറ്റിങ്ങലിലെ ഒരു അനാഥാലയത്തിലാണ്. അവിടെ വെച്ച് അനാഥാലയത്തിൻ്റെ അധികൃതരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ഈ കുട്ടിയുടെ അച്ഛന് കൈമാറുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബന്ധുക്കളെത്തി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ. നിലവിൽ ഈ കുട്ടി കൃത്യമായി ഇവരുടെ നിരീക്ഷണത്തിലാണ്. മാതാപിതാക്കൾക്കൊപ്പമല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ അനാഥാലയത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ കുട്ടി ഇങ്ങനെയൊരു പരാതി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൃത്യമായി മൊഴിയിൽ ഗുരുതരമായ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയുള്ളത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽ-ഫലാഹ് സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ED അറസ്റ്റ് ചെയ്തു. സർവകലാശാലയുമായി ബന്ധമുള്ള 25 ഇടങ്ങളിൽ നടന്ന റെയ്ഡിന് ശേഷമാണ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 48 ലക്ഷം രൂപ പിടിച്ചെടുത്തു. കള്ളപ്പണം വെളുപ്പിച്ചതിനടക്കം തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്നലെ മണിക്കൂറുകൾ നീണ്ട റെയ്ഡായിരുന്നു അൽ-ഫലാഹ് സർവകലാശാലയിൽ നടന്നത്. അതിനുശേഷം സിദ്ദിഖിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. 48 ലക്ഷം രൂപ അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ ഈ സർവകലാശാല അധികൃതർക്ക് ഈ ചെയർമാൻ അടക്കം പങ്കുണ്ടെന്നൊരു സംശയമുണ്ടോ? ഇതിൽ ഫണ്ട് നൽകിയത്, അതായത് പുറമേ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു തുക സമാഹരണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് പിന്നിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ?
ടോം, ഇയാൾക്ക് ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ആൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷണം നടന്നു വരുന്നതിനിടെ ഇഡിയും കൂടി ആ പരിശോധനയിൽ ഉൾപ്പെടുകയും ഇയാളുടെ വീട്ടിൽ നിന്ന്, അതായത് ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറിൻ്റെ വീട്ടിൽ നിന്ന് 48 ലക്ഷം രൂപയാണ് പിടികൂടിയത്. ആ പണം പിടികൂടിയതിന് പിന്നാലെ നടത്തിയ റെയ്ഡിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചു. അതുപോലെ ഈ NAAC അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഈ കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് കോളേജ് പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിൽ നിരവധി കള്ളത്തരങ്ങൾ, വ്യാജ തട്ടിപ്പുകൾ ED കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ അറസ്റ്റിന് പിന്നാലെ തന്നെ ഇയാൾക്ക് ഈ 48 ലക്ഷം രൂപ എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കും. ഈ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബിയുടെ പക്കൽ 20 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 48 ലക്ഷത്തിനും ആ 20 ലക്ഷത്തിൻ്റെയും സോഴ്സ് എന്താണെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കണം. അങ്ങനെയാണെങ്കിൽ ഈ EDക്കൊപ്പം ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖിക്കെതിരെ NIAയും ഒരു പക്ഷേ കേസെടുത്തേക്കാൻ സാധ്യതയുണ്ട്. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ NIAയും ഇടപെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇയാൾ ചെയർമാനായിട്ടുള്ള ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ചെയർമാനായിട്ടുള്ള അൽഫല യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ ഈ തീവ്രവാദികൾക്ക് രാജ്യവിരുദ്ധ പ്രവർത്തന പദ്ധതികൾ ഇടാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുത്തത്. അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു മുറിയിൽ ഇവരെല്ലാം കൂടും, എല്ലാ ദിവസവും കൂടും, അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ കാലാകാലങ്ങളായി ഇവർ ഈ പരിപാടികൾ തുടർന്നു പോയിട്ടും അതെന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോളേജിനെ സംബന്ധിച്ച് കോളേജിൻ്റെ അധികൃതരിലേക്ക് അതിൻ്റെ സംശയങ്ങൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 25ഓളം സ്ഥാപനങ്ങളാണുള്ളത്. ഈ 25 സ്ഥാപനത്തിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റെയ്ഡുകൾ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളിലേക്ക് സംശയത്തിൻ്റെ നിഴൽ ചൂണ്ടിയതും പിന്നീട് ഇയാളുടെ വീട്ടിലേക്ക് വരെ റെയ്ഡ് എത്തിയതും. എന്തായാലും നിലവിൽ ഇയാൾ EDയുടെ കസ്റ്റഡിയിലാണ്. ചോദ്യം നടക്കുകയാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചായിരിക്കും മറ്റ് വിവരങ്ങൾ. അതുപോലെ ഇയാളുടെ സഹോദരനും കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളും ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെല്ലാം പോലീസിന്റെ നിരീക്ഷിച്ചു വരുന്ന ആളായിരുന്നു. അങ്ങനെയാണ് അയാളെ പിടികൂടിയത്. അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിലെ നഴ്സ് അറസ്റ്റിലായി, വിദ്യാർത്ഥികൾ അറസ്റ്റിലായി, അധ്യാപകർ അറസ്റ്റിലായി, അവിടുത്തെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഇമാം അറസ്റ്റിലാകുന്നു. ഇപ്പോൾ കോളേജിലെ ചാൻസലർ കൂടി, ചെയർമാൻ കൂടി അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു കോളേജും ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടെന്നുള്ള പേരിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമാണ്. ജീവനക്കാർ, അധ്യാപകര്, അവരെയൊക്കെ കൂടുതൽ നിരീക്ഷിക്കേണ്ടതല്ല? ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ EDയുടെയും NIAയുടെയും ഭാഗത്തുനിന്നുണ്ടാകുമോ ഇനി? പ്രധാനപ്പെട്ട ചോദ്യമാണ് ടോം. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഉമർ നബിയുടെ ഒരു വീഡിയോ 2 മാസം മുമ്പ് ചിത്രീകരിച്ചെന്ന് കരുതപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നത്. ആ വീഡിയോയിൽ ഇയാൾ ഈ ഫിദായിൻ അറ്റാക്കുകളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്ന തരത്തിലാണോ ആ വീഡിയോ എന്ന് ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. കാരണം അത്രയും സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പലതും ഇയാൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നതാരാണ്, ഇത് കേട്ടതാരാണ്, ഈ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് അത് സ്ഥിരമായി കേൾക്കുന്ന ആരാണ് തുടങ്ങിയിട്ടുള്ള ഇയാളെ സ്ഥിരമായി കേൾക്കുന്ന പ്രേക്ഷകർ ആരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പ്രേക്ഷകരിൽ ഈ കോളേജിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഈ കോളേജുമായി പ്രവർത്തിക്കുന്നവരും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. ഇതൊക്കെ ഈ ഉമർ നബിയെ പോലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ അത് എങ്ങനെ ഈ കോളേജിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലമായി കഴിഞ്ഞ അനന്തനാഗിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ അദീലിനെ പരിചയപ്പെട്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അപ്പോൾ വർഷങ്ങളായി ഒരു ഭീകരവാദ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ ഈ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വരുന്നു. ഇതിനകത്തും കോളേജിനകത്തും വലിയ രീതിയിൽ അയാൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും നടത്തുന്നു. എന്നിട്ടും കോളേജിലുള്ള ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇയാൾ ഇത്രയും പുതിയ കുട്ടികളോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും അവരെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടും ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ശകലം ബുദ്ധിമുട്ട് അന്വേഷണ ഏജൻസികൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ കോളേജിൻ്റെ അധികൃതരും കൂടി അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കും കൂടി ബന്ധമുണ്ട്. അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ ചെയർമാനും ഈ ഒരു വിഷയത്തിൽ ബന്ധമുണ്ടെങ്കിൽ, കാരണം 1990കളിൽ തുടങ്ങിയ കോളേജാണ്.
95 മുതൽ ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ആ കോളേജിൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള ഇരിക്കുന്ന ആളാണ്. അപ്പോൾ 2014 മുതൽ അയാൾ ചെയർമാനാണ്. അങ്ങനെ ഈ കോളേജിൻ്റെ ഫൗണ്ടർ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഈ കോളേജ് തുടങ്ങിയ കാലം തൊട്ട് ഈ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇയാൾക്ക് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ടെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷമായി ഇയാൾ ഇടപഴകുന്ന കുട്ടികളുണ്ടാവും, അധ്യാപകരുണ്ടാവും, അതുപോലെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുണ്ടാവും. ഇവരിൽ എത്ര പേരെ ഇയാൾ ഇത്തരത്തിൽ ഒരു ഭീകരവാദത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമൊക്കെ വരും. അത് എപ്പോഴാണ് വരുന്നത്? ഇയാൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് സൂചന അല്ലെങ്കിൽ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ മാത്രം. പക്ഷേ അങ്ങനെ ഒന്നും ലഭിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് വലിയ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സമൂഹത്തിൽ വളരെ MBBS ഒക്കെ പഠിച്ച് അഭിലാഷ്, അതിനിടെ ഈ ഛത്തീസ്ഗഡിൽ IS-മായി ബന്ധമുള്ള പ്രായപൂർത്തിയാകാത്ത 2 പേർ പിടിയിലായിട്ടുണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ഇവർക്ക് ബന്ധമുണ്ടോ? മാത്രമല്ല, അങ്ങനെയെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്ത നിരവധി പേരെ, കാരണം കഴിഞ്ഞ അല്പസമയം മുമ്പ് ഡാൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയിൽ ഒരു 15-കാരനെ, തിരുവനന്തപുരം സ്വദേശിയായ ഒരു 15-കാരനെ അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തും ചേർന്ന് IS ചേരാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ സമാനമായ രീതിയിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ, IS-മായി ബന്ധമുള്ള 2 പേരെ പിടികൂടുന്നു. അങ്ങനെയെങ്കിൽ രാജ്യവ്യാപകമായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നത് ആയി കൂടി സംശയിക്കേണ്ടതല്ലേ? ടോം ഇപ്പോൾ പറഞ്ഞ വാർത്ത ഏറ്റവും പുതിയ വാർത്തയാണ്. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് 2 യുവാക്കളെ, 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് ATS അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഛത്തീസ്ഗഡിലെ 2 കുട്ടികൾ, അവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ISISന്റെ ഇറാഖിലെ ISISന്റെ ഒരു മൊഡ്യൂളാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. ആ മൊഡ്യൂളിൻ്റെ ആൾക്കാരുമായി നിരന്തരമായി സംസാരിക്കുന്നുവെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ 2 കുട്ടികളെ ഛത്തീസ്ഗഡിലെ ATS അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ID ഉണ്ടാക്കി, വ്യാജ ID ഉണ്ടാക്കി അതുവഴിയാണ് ഈ ആൾക്കാരുമായി സംസാരിച്ച് വരുന്നത്. കുറച്ചു കാലം മുമ്പ് തന്നെ ഈ കുട്ടികളുടെ പ്രവർത്തനത്തിലും ഈ കുട്ടികളുടെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗങ്ങളിലും ATSന് പോലീസിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ചാറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ATS നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ കൃത്യമായ സൂചന ലഭിച്ചപ്പോൾ ഇപ്പോൾ ഈ കുട്ടികൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. പ്രായഭേദമന്യേ ഡോക്ടർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയും, തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ ISISൽ പ്രവർത്തിക്കാനായിട്ട് ഒരു 15 വയസ്സുകാരനെ കുടുംബക്കാർ നിർബന്ധിക്കുന്നതിൻ്റെ വാർത്ത നമ്മൾ കേട്ടെന്ന് ഞെട്ടിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള എല്ലാവരെയും ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു സംഘമുണ്ട്. അത് എത്രത്തോളം വലിയ നെറ്റ്വർക്കാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലൊരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കേരളത്തിലാണെങ്കിൽ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജമ്മുവിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ ഈ വാർത്ത കേട്ടെങ്കിൽ, തൊട്ടുമുമ്പ് കേരളത്തിൽ ഈ വാർത്ത കേട്ടെങ്കിൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കൂടി അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ടോം, എന്തായാലും ഇപ്പോൾ ആ കുട്ടികളെ പിടിക്കാൻ കഴിഞ്ഞു. ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെ ബോധവൽക്കരിക്കാനും അവരെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള ഒരു ശ്രമം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. കോൺഗ്രസിനും കോഴിക്കോട്ടെ കോൺഗ്രസ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിനും തിരിച്ചടി. VM വിനുവിന് മത്സരിക്കാനാകില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഈ സംവിധായകനും സെലിബ്രിറ്റിയുമാണ് താനെന്ന് VM വിനു ഹൈക്കോടതിയിൽ പറയുന്നു. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എതിർപ്പുണ്ടെങ്കിൽ കമ്മീഷനെ അറിയിക്കുമെന്ന് ഹൈക്കോടതി പറയുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ല. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ഇവിടെ ബാധകമാണ്. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇവിടെ തിരുവനന്തപുരത്തെ വൈഷ്ണയുടെ കേസിന് വിപരീതമായിട്ടുള്ളൊരു നടപടിയാണ് ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും VM വിനുവിൻ്റെ കേസിൽ ഉണ്ടായത്. അതായത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിയുന്നു. വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഹൈക്കോടതി VM വിനുവിൻ്റെ ഹർജി തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്? ടോം, വൻ തിരിച്ചടിയാണ് UDF ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു അടിയന്തരമായ ഇടപെടൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് VM വിനുവും
ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ആ ഹർജി നേർ വിപരീത ഫലത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന കാഴ്ച. നേരത്തെ തന്നെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് VM വിനു 2020 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അത് പുതുക്കുന്നതിനുള്ള അപേക്ഷ നൽകി, അല്ലെങ്കിൽ പട്ടികയിൽ നിന്നോ വിനു പോലും അറിയാത്ത ഒരു സാഹചര്യം. പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിനോ ചേർക്കുന്നതിനോ ഒന്നും പിന്നീട് അപേക്ഷ നൽകിയിരുന്നുമില്ല. അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത് താൻ 2020 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാണ്. പക്ഷേ ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലും 2020 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ VM വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിനുവിന് വോട്ടുണ്ടാവില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചൊരു അനുകൂല ഉത്തരവ് നേടാൻ ശ്രമിച്ചത്. താൻ സെലിബ്രിറ്റിയാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ആളാണ്, തന്റെ വോട്ട് പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഹർജിയിൽ VM വിനു സമർത്ഥിച്ചു. പക്ഷേ കോടതി പറയുന്നത് സെലിബ്രിറ്റി എന്നോ സാധാരണക്കാരനായ പൗരനെന്നോ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല എന്നാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വിനു ബാധ്യസ്ഥനാണ്. വാർത്തകൾ അറിയേണ്ട ആൾ അല്ലേ, അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ആളല്ലേ എന്ന ചോദ്യമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ LDFനെതിരെ ആരോപണം ഉന്നയിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ വോട്ട് വെട്ടിമാറ്റിയതിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ വസ്തുതാപരമായ സാങ്കേതികമായ പിഴവ് വിനുവിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അക്കാര്യത്തിലാണ് കോടതിയിൽ നിന്നും ഒരു തീർപ്പുണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ പ്രതീക്ഷ തിരുവനന്തപുരത്തെ മുട്ടടയിലെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു. സമാനമായ രീതിയിൽ കോടതിയെ സമീപിച്ചാൽ, നിയമപരമായി മുന്നോട്ട് പോയാൽ VM വിനുവിന് അനുകൂലമായൊരു നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു കാണും അല്ലെ അനീഷ്? ടോമ്, രണ്ട് കാര്യങ്ങളും വിഭിന്നമായ കാര്യങ്ങളാണ്. കാരണം മുട്ടടയിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട, അതായത് വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടെ 2020 വോട്ടർ പട്ടികയിലെ VM വിനുവിന്റെ പേരില്ല. അങ്ങനെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്ക് ചേർക്കാനുള്ള അവസരങ്ങൾ പല തവണയായി നൽകുന്നുണ്ട്. പക്ഷെ ആ അവസരങ്ങൾ ഒന്നും വിനിയോഗിക്കാതെയാണ് VM വിനു നിന്നത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴും സാധാരണഗതിയിൽ ആദ്യം മുന്നണി നേതാക്കൾ അല്ലെങ്കിൽ ആ കക്ഷിയിലെ പ്രവർത്തകരൊക്കെ പരിശോധിക്കേണ്ടത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്നതാണ്. ആ ഒരു പരിശോധന VM വിനുവിന്റെ ക്യാമ്പിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉണ്ടായില്ല എന്നാണ് ഇന്നലെ തന്നെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞത്. തങ്ങൾക്ക് പിഴവ് പറ്റി, ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ്. CPM അത് തന്നെയാണ് പറഞ്ഞത്. ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ മത്സരിക്കാനായി കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്നുള്ള പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് അപമാനിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നേരത്തെ മുതൽ തന്നെ പ്രകടമായിരുന്നു VM വിനുവിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നതും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇനി സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല എന്നതും. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി കൂടി എത്തിയതോടെ ഇനിയിപ്പോൾ അദ്ദേഹം മത്സരരംഗത്ത് തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ടോം, തീർച്ചയായും അങ്ങനെയെങ്കിൽ അനീഷ്, കാരണം VM വിനുവിനെ മുന്നിൽ നിർത്തി മേയർ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, അങ്ങനെ കോഴിക്കോട് നഗരസഭാ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളും തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ കോൺഗ്രസ്, പക്ഷേ ഇവിടെ എല്ലാം തുടക്കത്തിൽ തന്നെ പാളുന്ന കാഴ്ച. പകരം VM വിനുവിന് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം, മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അങ്ങനെയെങ്കിൽ ആരായിരിക്കും പുതിയതായി കോൺഗ്രസ് മുന്നിൽ നിർത്തുന്ന, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിർത്തുന്ന വ്യക്തി? അത്തരം സൂചനകളുണ്ടോ? ടോം, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് തുടക്കഘട്ടത്തിൽ തന്നെ PM നിയാസ് KCC സെക്രട്ടറി കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കട്ടെ എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് വിജയമായ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ഒരു പൊതു സമ്മതനായ ആൾ അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രശസ്തനായ ഒരാളെ നിർത്തിയാൽ ഈ പൊതു സമൂഹത്തിന്റെ കുറച്ചുകൂടി വോട്ട് കരസ്ഥമാക്കാൻ കഴിയുമെന്ന്. കഴിഞ്ഞ കുറെ അധികം തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പ്രത്യേകിച്ചും 10-45 വർഷത്തിലധികമായി CPM തന്നെ ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ, ഒറ്റയ്ക്ക് CPM ഭരിക്കാൻ ഉള്ള ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷൻ. അതുകൊണ്ട് പൊതുസമ്മതരായ ചില ആളുകളെ അണിനിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു മാറ്റം വരുത്താം. അതായത് പൊതുസമ്മതരായ ആളുകൾ അല്ലെങ്കിൽ യുവജനങ്ങൾ
ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ എന്നിവരിൽ നിന്നൊക്കെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് വിനുവിനെ ഒരു മേയർ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ആ പാർട്ടി മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ ആ നീക്കത്തിലാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക മുഖം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ആദ്യം പട്ടിക അടക്കം പ്രസിദ്ധീകരിച്ചു ഒരു വള്ളപ്പാട് മുന്നിലാവാം എന്ന പ്രതീക്ഷ കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷേ പാളയത്തിനുള്ളിൽ അതായത് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അസംതൃപ്തികൾ പരസ്യമായി പറഞ്ഞ് ചില നേതാക്കൾ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നിങ്ങനെ വലിയൊരു തലവേദനയിൽ നിൽക്കുകയായിരുന്നു. ആ തലവേദനകൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അത് വലിയ ദോഷകരമായി തന്നെ ബാധിക്കും. ഇനി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് നേരത്തെ കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ നൽകിയ സൂചന. എന്തായാലും അത്തരം ഒരു സ്ഥാനാർത്ഥിയെ അടിയന്തരമായി കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി നീങ്ങിയിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനും വിനുവിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സ്പോട്ട് ലൈവ് തുടരുന്നു. അന്താരാഷ്ട്ര അവയവക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന് NIA. മധു ജയകുമാർ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ കണ്ണി എന്നാണ് NIA കണ്ടെത്തൽ. ഇന്ത്യയിൽ നിന്നും 14 ഇരകൾ, 14 പേരെയും NIA കണ്ടെത്തി. സംഘം ലക്ഷ്യം വെച്ചത് നിർധനരായ യുവാക്കളെയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അന്താരാഷ്ട്ര അവയവക്കടത്തിന് പിന്നിൽ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾക്കും ബന്ധമുണ്ട്. അതായത് ഈ മനുഷ്യക്കടത്തിന് സ്വകാര്യ ആശുപത്രികളും കൂട്ടുനിന്നു എന്ന ചില സൂചനകൾ, ചില വിവരങ്ങൾ NIA കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് വിശദമായ അന്വേഷണത്തിൽ ഈ അവയവക്കടത്തിന് പിന്നിലുള്ള വൻ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് NIAയുടെ കണ്ടെത്തൽ? ടോം, ഈ 19-ാം തീയതി വരെ, അതായത് ഇന്ന് വരെയാണ് ഇയാളെ മധു ജയകുമാറിന്റെ കസ്റ്റഡിയിലേക്ക് NIA വാങ്ങിയത്. കഴിഞ്ഞ ദിവസം അതായത് ഇറാനിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഡിപ്പോർട്ട് ചെയ്ത ശേഷം NIA സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ഈ 19 വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് 19 വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾക്ക് അവയവക്കടത്തുമായി ബന്ധമുണ്ട്, മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ട്, അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികളാണ് എന്നുള്ള വിവരങ്ങൾ NIA പുറത്തുവിടുന്നതും അതിനുശേഷമാണ് ഇന്ത്യയിൽ നിന്നും കടത്തിയ 14 പേരെ അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ 14 പേരെ കടത്തിയിട്ടുണ്ട്. ആ 14 പേരെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. 14 ഇരകളെ NIA കണ്ടെത്തിയിട്ടുണ്ട്. അത് 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഇവർ സ്വീകർത്താക്കളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതേസമയം ഈ അവയവം ദാനം ചെയ്യുന്ന ആൾക്കാർക്ക് 2 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് അതിനുള്ള പ്രതിഫലം നൽകിയിരിക്കുന്നത്. അത്തരം ഒരു പരാതിയായിരുന്നു ഈ മധു ജയകുമാറിനെതിരെ പരാതിയായി രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇറാനിലേക്ക് ആളുകളെ കടത്തുക, 100-ലധികം പേരെ ഇതിനകം കടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും 2019 മുതൽ 2024 വരെയാണ് ഈ അവയവക്കടത്ത് മാഫിയ സജീവമായിരുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി ആളുകളെ കടത്തിയിട്ടുണ്ട്. അതിനൊടുവിലാണ് ഈ മധു ജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മധു ജയകുമാർ മാത്രമല്ല, കൊച്ചിൻ സ്വദേശിയെ സാബിത്ത്, തൃശ്ശൂർ സ്വദേശി സബിത്ത് തുടങ്ങിയ ആളുകളൊക്കെ, കേരളത്തിൽ നിന്നുമുള്ള ആളുകളൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ മധു ജയകുമാർ ആണ് ഈ അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണി എന്നുള്ള കാര്യം NIAക്ക് വ്യക്തമാവുകയും അയാളെ ഇറാനിൽ നിന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർപോളിന് ഇതിന്റെ സൂചന നൽകുകയും മധു ജയകുമാറിനെ ഇറാനിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഡിപ്പോർട്ട് ചെയ്ത് ലഭിച്ചത്. അതിനുശേഷം NIA അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഒരു പക്ഷേ ഇത്തരം വിവരങ്ങൾ കൂടി വ്യക്തമായതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ കാലാവധി നീട്ടിക്കിട്ടാൻ NIA കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരി ഈ വൻ റാക്കറ്റിന്റെ ഭാഗമാണോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഈ ആശുപത്രികൾക്കും അതിൽ പങ്കുണ്ടോ? ഈ റാക്കറ്റിന്റെ ഭാഗം ആയി അങ്ങനെയെങ്കിൽ ഈ ആശുപത്രി അധികൃതരും പ്രവർത്തിക്കുന്നുണ്ടോ? കൂടുതൽ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ?
ടോം, ഈ ആശുപത്രി, അതായത് പ്രൈവറ്റ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അവയവക്കടത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് NIA മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികളിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം അവയവക്കടത്തും മനുഷ്യക്കടത്തും നടത്തുന്നത് എന്നും നേരത്തെ തന്നെ നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവയവ ദാനവുമായി ബന്ധപ്പെട്ടുള്ള ചില അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടും ഈ ഡോണർമാരും ബ്രോക്കർമാരും തമ്മിലുള്ള ഇടനിലക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചില വാർത്തകൾ ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത്തരം സാഹചര്യങ്ങളുള്ള ചില ആശുപത്രികൾ ലിസ്റ്റിലുണ്ട് എന്നാണ് NIA വ്യക്തമാക്കുന്നത്. അതേസമയം NIA അതുമായി ബന്ധപ്പെട്ടുള്ള കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യം NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏത് ആശുപത്രികളാണ് എന്നുള്ള കാര്യത്തിൽ NIA വ്യക്തമായ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ആ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധു ജയകുമാറിനെ ചോദ്യം ചെയ്ത ശേഷമുള്ള വെളിപ്പെടുത്തലിലാണ്, മൊഴിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായതും. അതിനുശേഷമാണ് 14 ഇരകളെ കണ്ടെത്തുന്നത്. ഈ 14 ഇരകളെ NIA ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തത്. പ്രത്യേകിച്ച് സമൂഹത്തിൽ നിർധനരായിട്ടുള്ള സാമ്പത്തികമായി അടിയന്തരമായ ആവശ്യങ്ങളുള്ള ആളുകളെയാണ്, യുവാക്കളെയാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്തിനായി ഉപയോഗിച്ചിരുന്നത്, അവയവദാനത്തിനായി ഉപയോഗിച്ചിരുന്നത്. അവർക്ക് വലിയ തുക ഓഫർ ചെയ്ത ശേഷം സർജറിക്ക് ശേഷം ഈ പണം നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടായ പരാതികളെ തുടർന്നാണ് ഈ മധു ജയകുമാറിലേക്ക് അന്വേഷണം എത്തുന്നതും അയാൾ അന്താരാഷ്ട്ര അവയവക്കടത്തിന്റെ ഭാഗമാണ്. അതായത് ഈ 14 പേർ ഇരകളായിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ 14 പേരെ ഇരകളാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇവര് സാമ്പത്തികമായും ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ടോ ഈ സംഘങ്ങൾ? ടോം, ഇവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടില്ല. പക്ഷേ ഈ അവയവം സ്വീകരിക്കുന്ന ആളുകളിൽ നിന്നും 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ആയിരുന്നു ഇവർ പ്രതിഫലമായി വാങ്ങിയിരുന്നത്. അങ്ങനെയാണ്. അതേസമയം ഇവർക്കും വൻതുക, അതായത് അവയവം നൽകുന്ന ആളുകൾക്കും ദാനം ചെയ്യുന്ന ആളുകൾക്കും വൻതുക ഓഫർ ചെയ്ത് തന്നെയായിരുന്നു അവരെ ഇറാനിലേക്ക് കടത്തിയിരുന്നത്. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സർജറി കഴിഞ്ഞ് ഇവരുടെ അവയവം റിമൂവ് ചെയ്ത ശേഷം ഈ പണം നൽകാത്ത സാഹചര്യമുണ്ട്. ചിലർക്ക് 2 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്, മറ്റു ചിലർക്ക് 4 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. പലരും പറയുന്നത് 25 ലക്ഷം രൂപയിലധികം ഓഫർ ചെയ്തിട്ടാണ് ഇവരെ വിദേശത്തേക്ക് കടത്തുന്നത്. ഈ അവയവം മാറ്റിയ ശേഷം ഇവർ ഈ പറഞ്ഞ പ്രതിഫലം നൽകുന്നില്ല എന്നുള്ള പരാതിയെ തുടർന്നായിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് NIA ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത് വലിയ ഒരു റാക്കറ്റിന്റെ ഭാഗമായിട്ടാണ് മധു ജയകുമാറും ഈ എറണാകുളം സ്വദേശിയായ സാബിത്തും അതുപോലെ തൃശ്ശൂർ സ്വദേശിയായ സബിത്തും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇവരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ മധു ജയകുമാർ ഇറാനിലായിരുന്നത് കൊണ്ട് അയാളെ അത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്റർപോളിനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുകയും തുടർന്നാണ് മധു ജയകുമാറിനെ കഴിഞ്ഞ ആഴ്ചയാണ് ഡിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഡിപ്പോർട്ട് ചെയ്ത ശേഷം NIA അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് വരെയാണ് NIAക്ക് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. മധു ജയകുമാർ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര അവയവക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി 4 വയസ്സുകാരിക്ക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സ്റ്റാലിൻ. വലിയൊരു വീഴ്ചയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന്, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എങ്ങനെയാണ് ഈ അപകടം പറ്റിയത്? പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു, പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഇടുക്കിയിലെ ഉണ്ടായത്. ഇടുക്കി വാഴത്തോപ്പിൽ ഉള്ള ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിന്റെ മുറ്റത്താണ് ഈ ദാരുണമായ സംഭവം. 4 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ അപകടത്തിൽ മരിച്ചത്. അതോടൊപ്പം തന്നെ 3 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടി അപകടത്തിൽ കാലിന് പരിക്കേറ്റ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. രാവിലെ 9:30 കൂടി സ്കൂൾ മുറ്റത്തേക്ക് ഒരു വാഹനം കയറി വരുന്നു, സ്കൂൾ ബസ് കയറി വരുന്നു. അതിൽ നിന്നും കുട്ടികളെല്ലാം ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. അത് സാധാരണഗതിയിൽ വരാന്തയോട് ചേർത്താണ് കൊണ്ട് വാഹനം നിർത്തുന്നത്. അങ്ങനെ വരാന്തയിൽ കൂടി കുട്ടികൾ ക്ലാസ് റൂമിലേക്ക് പോകാറാണുള്ളത്. ഇന്ന് പ്ലേ സ്കൂളിലെ 2 കുട്ടികൾ വരാന്തയിൽ കൂടി പോകാതെ താഴെ വരാന്തയുടെ താഴെ കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഇറങ്ങിയ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി അവർ മുന്നോട്ട് നടക്കുമ്പോൾ മുൻപിൽ മറ്റൊരു ബസ് അവിടെ ഉണ്ടായിരുന്നു. ആ ബസ് മുന്നോട്ടെടുക്കുകയാണ് ഉണ്ടായത്. മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിന്റെ ഇടതുവശം ചേർന്നുള്ള ഭാഗത്തുള്ള
ചക്രം ഈ കുട്ടികളെ ഇടിച്ച് കുട്ടികളുടെ തലയിലേക്ക്, ഒരു കുട്ടിയുടെ തലയിലേക്ക് കയറി. അങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റേ കുട്ടിയുടെ കാലിൽ കൂടി വാഹനം കയറി ഇറങ്ങുകയും ചെയ്തു. തത്സമയം തന്നെ മരിച്ചു എന്നാണ് നമുക്കും അത് മനസ്സിലാകുന്നത്. ഏതായാലും സ്കൂൾ അധികൃതരും അതുപോലെ മറ്റ് സ്കൂൾ ബസിന്റെ ഡ്രൈവർമാരെല്ലാം ചേർന്നിട്ട് അവിടെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എങ്കിലും അവിടെ മരണം സംഭവിച്ചിരുന്നു. മറ്റേ കുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും സ്കൂളിന്റെ ഭാഗത്തുണ്ടായ ഒരു വലിയ വീഴ്ച എന്ന് തന്നെ വേണം പറയാൻ. സാധാരണഗതിയിൽ ഇത്തരം ചെറിയ കുട്ടികളെയൊക്കെ സ്കൂൾ വാഹനത്തിൽ കൂടി കയറ്റി വിടുമ്പോഴും അതുപോലെ തന്നെ അവിടെ ചെന്ന് ഇറക്കുമ്പോഴും ഒക്കെ സ്കൂൾ വാഹനത്തിൽ ഒരാളുടെ ഒരു സഹായം എല്ലാ സ്കൂളുകളിലും ഉണ്ടാവേണ്ടതാണ്. ഇവിടെയും ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ തീർച്ചയായും സ്റ്റാലി, ഈ വിഷയത്തില് പോലീസിന്റെ ഭാഗത്തു നിന്നും സ്കൂളിനെതിരെ നടപടി ഉണ്ടാകുമോ? അങ്ങനെ അവർ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്, ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇനി വീഴ്ച ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും നഷ്ടപ്പെട്ടതൊരു കുരുതിന്റെ ജീവനല്ലേ? തീർച്ചയായും ടോമെ, സ്കൂളിന്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ സ്കൂളിന്റെ മാനേജറും PTA പ്രസിഡന്റും എല്ലാം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചുണ്ടായ സംഭവമാണ്, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ അസ്വാഭാവിക മരണത്തിനാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് കേസെടുക്കും. DYSP സ്ഥലത്ത് സന്ദർശിച്ചിട്ട് പോയിരുന്നു. അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ വന്ന് ഇവരോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ സ്കൂൾ ബസ്സിൽ കുട്ടികൾ പോകുമ്പോൾ, പ്രത്യേകിച്ചും പ്ലേ സ്കൂൾ ഉൾപ്പെടെയുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോകുമ്പോൾ, അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ സുരക്ഷിതമായിട്ട് സ്കൂളിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആ കൂട്ടത്തിൽ ഒരായമാരെ വിടുന്ന ഒരു പതിവ് എല്ലാ സ്കൂളുകൾക്കും ഉണ്ട്. ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്തായാലും ഇന്ന് അത്തരത്തില് ഉള്ള ഒരു സഹായം കുട്ടികൾക്ക് ലഭിച്ചില്ല. അതാവാം ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കുണ്ടായ നഷ്ടം, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്കുണ്ടായ നഷ്ടം, നാട്ടുകാർക്കുണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നികത്താനാവുന്ന ഒരു ഇതല്ല. വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് കുട്ടിക്ക് ഉണ്ടായത്. ഈ കുട്ടിയുടെ മാതാപിതാക്കള് പിതാവ് എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തില്. മാതാവ് തൊടുപുഴയിലെ ഒരു ആശുപത്രിയില് നഴ്സിംഗ് പഠനം ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും രണ്ടുപേരും സ്ഥലത്തില്ല. ഇവരുടെ മുത്തച്ഛനും വല്യമ്മയൊക്കെയാണ് ഈ കുട്ടിയെ സംരക്ഷിച്ച് സ്കൂളിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴേതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. നാളെ 11 മണിയോടെ വ്യക്തമാണ്. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള ടിൻഡു ജി വിജയന്റെ വീടിന് നേരെ പുലർച്ചെയാണ് ആക്രമണം നടന്നത്. സംഭവ സമയത്ത് ടിൻഡുവും 2 കുട്ടികളും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉറക്കത്തിലായിരുന്നു ഇവർ. ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോൾ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച് 2 പേർ വീടിന് പുറകുവശത്ത് നിന്ന് തീയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ വീടിന് പുറത്തിറങ്ങി ഇവർ തീയണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇതെന്താണ് ആക്രമണത്തിന് കാരണം? രാഷ്ട്രീയ വിരോധമാണോ? ഈ ആക്രമണം സംബന്ധിച്ച് അല്ലെങ്കിൽ ആക്രമണത്തിന്റെ കാര്യം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പുതുക്കരിയിലെ വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് ടിൻഡു ജി വിജയൻ. കഴിഞ്ഞ ദിവസം രാത്രി 1:30 മണിയോടുകൂടിയാണ് ഈ ഹെൽമറ്റും കോട്ടും ധരിച്ച 2 പേർ വീടിന് സമീപത്തെത്തുകയും വീട്ടിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ കതകും മുന്നുണ്ടായിരുന്ന ഫ്ലോർ മാറ്റും കത്തിച്ച നിലയിലാണ്. ഈ ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങിയതോടെയാണ് ഈ ആക്രമണ ശ്രമത്തിൽ നിന്ന് ഇവർ പിന്മാറിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ടിൻഡു ജി വിജയനും കുടുംബവും ചിറയൻകീഴ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആളിനെ തിരിച്ചറിയാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഉള്ള മറ്റ് CCTVകൾ കൂടി പരിശോധിച്ച് ഇതാരാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കാരണം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കുടുംബം പരാതി നൽകിയുമ്പോഴും ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നിലവിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി പറയുന്നില്ല. ആരെയും ആ ഒരു പരാതിയിൽ പ്രത്യേകിച്ച് ആരെയും തന്നെ പറയുന്നില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ വൈരാഗ്യം തന്നെ ആകാം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ തർക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണോ അത്?
തീർച്ചയായും ഇത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം പോലീസ് ഇവരോടും അന്വേഷിച്ചിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ തർക്കം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ആക്രമണം നടക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഒരു വനിതാ വാർഡാണ്. ഈ ഭാഗത്ത് ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ചേരിതിരിഞ്ഞോ സംഘർഷമോ എന്നും ഒരു വാക്കുതർക്കം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും എന്തെങ്കിലും രാഷ്ട്രീയ കൂത്തികൾ അല്ലെങ്കിൽ ഇവർക്ക് നേരെയുള്ള ഒരു ആക്രമണം നടത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയോടെ മറ്റോ ആയിരിക്കാമെന്നാണ് ഈ കുടുംബം ഇപ്പോൾ സംശയിക്കുന്നതായി പറയുന്നത്. എന്നാലും ആരാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരാളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലേക്കോ ആരും സംശയം ഉന്നയിക്കുന്നില്ല. ഏതായാലും ഇത് ആരാണ് ഈ സംഭവം നടത്തിയതിന് പിന്നിൽ ആരാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന് കൃത്യമായൊരു കാരണം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. വ്യക്തമാണ്. അഭിലാഷ് ആറ്റിങ്ങിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ പുലർച്ചെ ആക്രമണം ഉണ്ടായത്. ആ സമയം ആക്രമണം നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ടിൻഡു ജി വിജയനും 2 കുട്ടികളും മാതാപിതാക്കളും വീട്ടിലുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് ഇവർ ഉണർന്നു നോക്കിയപ്പോൾ 2 പേർ, അതായത് ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ 2 പേരെ കണ്ടു. ഈ തീ കൊളുത്താൻ ശ്രമിച്ചെങ്കിലും ഇവർ ഉറക്കമുണർന്ന് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.